മിക്സിൻ്റെ ജാറുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്രൗണി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നുള്ളത്. മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് നമ്മൾ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കുക. ശേഷം അതിൽ 3 മുട്ട എടുക്കുക. എന്നിട്ട് അതും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ആദ്യം ബട്ടറും അതേപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ഓവനിൽ വെച്ചാൽ മതി. നമ്മുടെ 100 ഗ്രാം ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ എടുക്കുക. അതേപോലെ തന്നെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ശേഷം അതെല്ലാം ഒന്നിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ശേഷം നമ്മൾ അതിലേക്ക് മൈദയും കൊക്കോ പൗഡറും ആദ്യം തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. അരിച്ചിട്ട് 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. 250 ml നമ്മൾ കപ്പ് എടുത്തിട്ടുള്ളത്. ആ കപ്പിൽ വേണം നമ്മളെല്ലാം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വാനില എസൻസ് കൂടി ചേർക്കുക കേട്ടോ. അപ്പം ഒരു അളവും തെറ്റാനില്ല. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്യുക, 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എയർ ഫ്രയറിലാണ് നമ്മൾ ഒഴിച്ചിടും. ബട്ടർ പേപ്പറിൽ കുറച്ച് ബട്ടർ ഗീയോ നിങ്ങൾ തടവി കൊടുക്കുക. ശേഷം നമ്മൾ 25 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് ചിപ്സ് ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. തണുക്കാതെ കട്ട് ചെയ്യരുത്, അപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പം നല്ല സോഫ്റ്റി ആയിട്ട് ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ ബ്രൗണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മൾ മിക്സീൻ്റെ ജാറുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പുറത്തുനിന്നാണെങ്കിൽ നമുക്ക് കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ മിക്സീൻ്റെ ജാറുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമ്മൾ ഇതിനെ നമുക്ക് ഏതിലാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ന്യൂട്ടല്ല അതല്ലെങ്കിൽ ചോക്ലേറ്റ് ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മൾ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒരു ഡെക്കറേഷനും ടേസ്റ്റിനും കൂടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എനിക്ക് ന്യൂട്ടല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുള്ളത്. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.